ഫെബ്രുവരി 15 വിശുദ്ധരായ ജോവിറ്റയും ഫൗസ്റ്റീനസും. രക്തസാക്ഷികൾ. ഇറ്റലിയിലെ ബ്രേഷ്യയിൽ അഡ്രിയാൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ മതപീഡനം അതിൻ്റെ ഉന്നതിയിലായിരിക്കുന്ന കാലഘട്ടം. അവിടുത്തെ മെത്രാൻ ഒളിവിൽ പോയി. ആ സമയം രണ്ട് സഹോദരന്മാർ ഫൗസ്റ്റീനസും ജോവിറ്റയും ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവരുടെ തീഷ്ണത വിജാതീയരുടെ വിരോധത്തെ ജ്വലിപ്പിച്ചു. സഹോദരന്മാരുടെ അവിശ്രാന്തമുള്ള സുവിശേഷ പ്രവൃത്തികൾ, പ്രസ്തുത കോപം രണ്ട് സഹോദരന്മാരുടെ മഹത്വമേറിയ രക്തസാക്ഷിത്വത്തിന് വഴിതെളിച്ചു. ഒരു വിജാതീയനായ ജൂലിയൻ അവരെ പിടിച്ച് തടങ്കലിലാക്കി. അഡ്രിയൻ ചക്രവർത്തി അന്ന് ബ്രേഷ്യയിൽ കൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അത് ജൂലിയൻ്റെ ഗർവ് വർദ്ധിപ്പിച്ചു. പലവിധ മർദ്ദനങ്ങളും ഭീഷണികളും പ്രയോഗിച്ച് അവരിലുള്ള ക്രിസ്തീയ വിശ്വാസം നശിപ്പിക്കുവാൻ വേണ്ടി അയാൾ പരിശ്രമിച്ചു. ചക്രവർത്തിയെ പ്രസാദിപ്പിക്കുവാൻ ജൂലിയൻ കിണഞ്ഞു പരിശ്രമിച്ചു. എല്ലാ അടവുകളും പരാജയപ്പെട്ടപ്പോൾ ജോവിറ്റയുടെയും ഫൗസ്റ്റീനസിൻ്റെയും ശിരസ്സുകൾ ഛേദിക്കാൻ ഉത്തരവുണ്ടായി. 120 ആണ്ടിൻ്റെ അവസാനമോ 121 ആണ്ടിലോ ആയിരിക്കണം അവരുടെ രക്തസാക്ഷിത്വം. ബ്രേഷ്യ നഗരത്തിൻ്റെ പ്രധാന മധ്യസ്ഥരാണ് ഈ രണ്ട് സഹോദര രക്തസാക്ഷികൾ. എല്ലാ രക്തസാക്ഷി ചരിതങ്ങളിലും ഇരുവരുടെയും പേരുകൾ കാണുന്നുമുണ്ട്. ഒരു പ്രാചീന ദേവാലയം അവരുടെ സ്മരണ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ചൈതന്യം രക്തസാക്ഷിത്വത്തിൻ്റെ ചൈതന്യമാണ്. പ്രായശ്ചിത്തത്തിൻ്റെയും ആശാനിഗ്രഹത്തിൻ്റെയും ചൈതന്യമാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രതീകമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം. ശരീരത്തെ വേദനിപ്പിക്കുന്നവ ആത്മാവിന് ജീവൻ നൽകുന്നു. ശരീരത്തെ നിഗ്രഹിക്കുമ്പോൾ ആത്മാവ് തഴച്ചു വളരുന്നു. ദൈവസ്നേഹം ആശാനിഗ്രഹത്തിൻ്റെയും ക്ഷമയുടെയും അനുസരണയുടെയും എളിമയുടെയും ശാന്തതയുടെയും ചൈതന്യം നിവേശിപ്പിക്കുന്നു. സഹനം മധുരമാകുന്നു. ഭൗമിക വസ്തുക്കളോട് ഒട്ടിപ്പിടിക്കാതെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് ജീവിക്കുന്നവർക്ക് നിത്യജീവൻ്റെ മാധുര്യം അനുഭവവേദ്യമാകും.